1/2 കിലോ മുന്തിരിങ്ങ, 7 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 ലിറ്റർ വെള്ളം, ഐസ് ക്യൂബ്സ്. വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം. ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അരിയില്ലാത്ത മുന്തിരിങ്ങയാണ് ഇതിന് നല്ലത്. അരിയുള്ള മുന്തിരിങ്ങയാണെങ്കിൽ അത് അരി റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ മുന്തിരിങ്ങ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് കുറച്ച് ഐസ് ക്യൂബ്സിനകത്ത് വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിലെടുത്ത് വെക്കാം. ഒരുപാട് കുക്കായി പോയി കഴിഞ്ഞാൽ ജ്യൂസിൻ്റെ ടേസ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ കണ്ടില്ലേ, മുന്തിരിങ്ങയുടെ തൊലി ജസ്റ്റ് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഐസ് വാട്ടറിനകത്തോട്ട് പെട്ടെന്ന് തന്നെ എടുത്തിടാം. മുന്തിരിങ്ങയുടെ കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് നമ്മൾ ഐസ് വാട്ടറിനകത്തോട്ട് ഇത് മാറ്റുന്നത്. ഇനി നമുക്ക് മുന്തിരിങ്ങയുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ വിട്ട് വരും. ഞാനിപ്പോൾ മുഴുവൻ മുന്തിരിങ്ങയും തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇത് ഞാൻ നേരത്തെ മുന്തിരിങ്ങ തിളപ്പിക്കാൻ ഉപയോഗിച്ച വെള്ളമാണ്. നമുക്കിതൊന്നും കൂടെ എടുത്ത് അടുപ്പത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് മുന്തിരിങ്ങയുടെ തൊലിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ജ്യൂസിലേക്ക് നമുക്ക് അധികം തൊലി കളഞ്ഞ മുന്തിരിങ്ങ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. നമ്മുടെ മുന്തിരിങ്ങയുടെ മധുരത്തിനനുസരിച്ച് മതി നമുക്ക് പഞ്ചസാര ചേർക്കുന്നത്. ഇപ്പം ഞാനിവിടെ ചേർക്കുന്നത് ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മധുരം വേണം എന്നുണ്ടെങ്കിൽ വീണ്ടും മധുരം ആഡ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. നമുക്ക് ഈ വെള്ളം തിളപ്പിച്ച് ഒന്ന് കുറച്ച് പറ്റുന്നത് വരെ അടുപ്പത്ത് വെക്കണം. ഇത് ഒരുപാട് പറ്റി പോകണ്ട. സാധാരണ ജ്യൂസിൻ്റെയൊക്കെ ഒരു തിക്നെസ് ഇല്ലേ, അത്രയും തിക്കായാൽ മതി. അരിയില്ലാത്ത മുന്തിരിങ്ങയാണ് ഈ ജ്യൂസിന് ഏറ്റവും സ്യൂട്ടബിൾ. ഇപ്പോൾ അരിയുള്ള മുന്തിരിങ്ങയാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അരി റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനകത്ത് ഉപയോഗിക്കാം. പുളിയുള്ള മുന്തിരിങ്ങയോ അല്ലെങ്കിൽ മുന്തിരിങ്ങ കഴിക്കാൻ മടിയുള്ളവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. ഇപ്പോൾ ഇത് കുറച്ച് തിളച്ച് പറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് അരിച്ച് നമുക്ക് ഒഴിക്കാം.
നമുക്കിനി ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് തണുപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതൊന്നും കൂടെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ജ്യൂസാണിത്. നിങ്ങളെല്ലാവരും എന്തായാലും ഇത് വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെസിപ്പിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം.